കണ്ണൂരിൽ ആർഎസ്എസിന് മുന്നറിയിപ്പുമായി സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. ഏകപക്ഷീയമായി അക്രമത്തിന് കോപ്പുകൂട്ടുകയാണ് 100ാം വാർഷികത്തിൽ ആർഎസ്എസ്. ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. സംയമനം ദൗർബല്യമായി കാണരുതെന്നും രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞു. സംഘർഷത്തിലൂടെ മാത്രം വളർന്ന പാർട്ടിയാണ് ബിജെപിയും ആർഎസ്എസുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. 100ാം വാർഷികം ആഘോഷിക്കുന്ന ആർഎസ്എസ് കണ്ണൂരിൽ വീണ്ടും അക്രമത്തിന് കോപ്പുകൂട്ടുകയാണ്. എവിടെയെല്ലാം കുത്തിത്തിരിപ്പും വർഗീയ സംഘർഷവും ഉണ്ടാക്കാൻ കഴിയുമോ അവിടെയൊക്കെ അത് ചെയ്താണ് ബിജെപിയും ആർഎസ്എസും മുന്നോട്ടു പോകുന്നത്. അവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കേരളത്തെയാണ്. UK കുഞ്ഞിരാമൻ സ്മാരക സ്തൂപം തകർത്തത് സംഘർഷമുണ്ടാക്കുന്നതിനു വേണ്ടിയാണ്. പാട്യത്ത് ബോംബെറിഞ്ഞതും പ്രകോപനം ഉണ്ടാക്കാനാണ്. ജില്ലയുടെ പല ഭാഗത്തും ഇത്തരത്തിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആർഎസ്എസ്. അക്രമം അവസാനിപ്പിക്കുന്നതാണ് ആർഎസ്എസിന് നല്ലത്. ഏകപക്ഷീയമായ അക്രമമാണ് ആർഎസ്എസ് നടത്തുന്നതെന്നും സംയമനം ദൗർബല്യമായി കാണരുതെന്നും കെ രാഗേഷ് മുന്നറിയിപ്പ് നൽകി. അതെ, അത് ആർഎസ്എസ് അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആർഎസ്എസ് അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി സംഘർഷങ്ങളിലൂടെ മാത്രം വളർന്നു വന്നിട്ടുള്ള പാർട്ടിയാണ് ബിജെപിയും ആർഎസ്എസും. പ്രസ്ഥാനമാണ് ആർഎസ്എസ്. രാജ്യത്തുള്ള മറ്റേത് രാഷ്ട്രീയ കക്ഷികളെ നിങ്ങളെടുത്ത് പരിശോധിക്കുക. അവരെല്ലാവരും വളർന്നു വന്നിട്ടുള്ളത് ജനകീയ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ്. എവിടെയെല്ലാം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ അവിടെയെല്ലാം വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി അതിൻ്റെ മേലെയാണ് ആർഎസ്എസ് വളർന്നു വന്നിട്ടുള്ളത്. ആർഎസ്എസ് 100 വർഷം ആഘോഷിക്കുന്നത് അക്രമത്തിലൂടെയാണ്. അതവർ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ആ അക്രമങ്ങളോട് നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് ദൗർബല്യം കൊണ്ടാണ് എന്ന് ആർഎസ്എസിൻ്റെ നേതൃത്വം കണക്കാക്കണ്ട. ഞങ്ങൾ ശക്തമായ പ്രതികരണം ഞങ്ങൾ നടത്തും. ആ പ്രതികരണം പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കലാപം ഉണ്ടായിക്കൊണ്ടായിരിക്കില്ല. നിങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് ശക്തമായ പ്രതികരണം ഞങ്ങൾ അതിൻ്റെ മേലെ നടത്തും. ആർഎസ്എസ് ഏകപക്ഷീയമായി അക്രമം നടത്തുമ്പോൾ ചർച്ചയ്ക്ക് അവരുടെ പിന്നാലെ പോകേണ്ടതില്ല. ആർഎസ്എസുമായി ഒരു കോംപ്രമൈസും ഇന്നേ വരെ സിപിഎം ചെയ്തിട്ടില്ല. ആ പണി VD സതീശൻ്റേതും കോൺഗ്രസിൻ്റേതുമാണെന്നും കെ രാഗേഷ് പറഞ്ഞു. അല്ല, അത് ഈ സവർക്കറുടെ മുന്നിൽ പോയിട്ട് സാഷ്ടാംഗം പ്രണമിക്കുന്ന VD സതീശന് ഈ ഒത്തുകളി എന്നൊക്കെ തോന്നും. കേരളത്തിൽ ആർഎസ്എസുമായിട്ട് ഒത്തുകളിക്കുന്ന ആരാ? ആർഎസ്എസിൻ്റെ വോട്ട് ഒരു ഭാഗത്ത് കിട്ടണം, SDP-യുടെ വോട്ട് മറുഭാഗത്ത് കിട്ടണം. ഇങ്ങനെ ഒരു ബാലൻസിങ് സർക്കസ് കേരളത്തിൽ നടത്തുന്ന ആരാണ്? കോൺഗ്രസ് അല്ലേ? ഈ കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഏതെങ്കിലും ആർഎസ്എസിനോട് എപ്പോഴെങ്കിലും കോംപ്രമൈസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും? ആർഎസ്എസുകാരുടെ അക്രമത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ആർഎസ്എസുമായി ഏറ്റുമുട്ടിയ എന്തെങ്കിലും ഒരു അനുഭവം കോൺഗ്രസിന് പറയാനുണ്ടോ നാളിതുവരെയായിട്ട്? VD സതീശന് എന്നും ആർഎസ്എസിന്റെ മനസ്സാണെന്നും കെ രാഗേഷ് പറഞ്ഞു. അല്ലെങ്കിൽ ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കില്ല. ഇതൊക്കെ ചെയ്തിട്ടാണ് സിപിഎമ്മിനെതിരെ നുണപ്രചരണം അഴിച്ചുവിടുന്നതെന്നും കെ രാഗേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.